33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവലറിക്കൊപ്പം. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യം ആയുർവേദത്തിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ആയുർവേദ ആശുപത്രികളാണ് ഇതുപോലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. നഗരസഭ വഴി നമ്മുടെ സുഹൃത്തിനെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഒട്ടേറെ മരുന്നുകൾ ഇവിടേക്ക് പ്രയോജനപ്പെടുത്താൻ കുറച്ച് ആളുകൾ മാത്രമാണ് നടത്തിയത്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി എല്ലാ ഭാഗം ആളുകളെ സംഘടിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്തും വിശ്രമം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ മെഡിക്കൽ ക്യാമ്പിനോട് അനുബന്ധിച്ച് 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായി സൗജന്യ രക്തപരിശോധന, നേത്രപരിശോധന, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, യോഗ പരിശീലനം, മരുന്നു വിതരണം എന്നിവയാണ് സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഖാദർ അജിമോൻ, കൌൺസിലർമാരായ ഫൗസിയ അലി, കെ സുബേർ, ജാഫർ സാദിഖ് VA, അമൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതിർന്ന പൗരന്മാരുടെ മാനസിക ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൽ ഉടനീളം 2000-ഓളം ക്യാമ്പുകൾ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.